ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. സാറ്റർഡേ സൺഡേ ഇനിയിപ്പോൾ ക്ലാസ് ഇല്ലല്ലോ, നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 2 ദിവസം കിട്ടുകയാണ്. രാവിലെ എഴുന്നേൽക്കണ്ട, റിലാക്സ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ഓർക്കും കേട്ടോ, സാറ്റർഡേ സൺഡേ വൈകി ജോലി ചെയ്യുന്നത് വെറുതെയാണെന്ന്. കാരണം നമ്മൾ നേരത്തെ തന്നെ എല്ലാം ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഒരുപാട് ഫ്രീ ടൈം കിട്ടുമല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ മെയിനായിട്ട് കുക്കിങ്ങിന് മാത്രമായിട്ട് പോകും. സാറ്റർഡേ സൺഡേ പൊതുവേ ഞാനങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. മാക്സിമം വെറുതെ ഇരിക്കാനാണ് നോക്കാറ്. പിന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ. അതിൽ സാറ്റർഡേ സൺഡേ അങ്ങനെ കാര്യമായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. മെയിനായിട്ട് വാഷിംഗ് ഉണ്ടാവും, അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. കുക്കിംഗ് ആണെങ്കിൽ കൂടി 2 ദിവസത്തേക്കുള്ള, അതായത് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെയുള്ള എന്തെങ്കിലും കറികളൊക്കെ ആയിരിക്കും കേട്ടോ. കൂടുതലും നോൺ വെജ് തന്നെയാണ് സാറ്റർഡേ സൺഡേ ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും അനിയനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കണമായിരുന്നു എല്ലാവരും കൂടി. അവളാണ് കേട്ടോ ഏറ്റവും ചെറുത്, 1 വയസ്സായതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ എൻ്റെ മോനാണുള്ളത്. ആഹിൽ ഒന്നിലും ഇല്ലാണ്ട് ജസ്റ്റ് നോക്കി നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പറയണമായിരുന്നു നീയും കൂടി പോയി ജോയിൻ ചെയ്യും, ഏറ്റവും മൂത്ത ആളാണല്ലോ. പക്ഷെ അവൻ അങ്ങനെ മാറി നിൽക്കണമായിരുന്നു. ഒരു ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡും ഉണ്ടാക്കിയില്ല. അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മീൻകറിയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൊറോട്ട വാങ്ങിക്കുമ്പോൾ പിന്നെ ആഹിൽ പിറ്റേന്ന് ചോറ് കൊണ്ടുപോകില്ല. പിന്നെ കിടന്ന് ബഹളമാണ്. എന്തായാലും അവന് പൊറോട്ട 2 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഹിലിന് പൊറോട്ടയാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ലഞ്ചിന് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കോളിഫ്ലവർ ഇരിക്കുന്നത് കണ്ടത്. 2-3 ദിവസമായി വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് വാടിയും തുടങ്ങിയെന്നാൽ പിന്നെ അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ആദ്യം തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ മിക്കപ്പോഴും പുഴുവൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ തന്നെ നല്ല വലിയൊരു പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതെടുത്ത് മാറ്റി. പിന്നെ ബാക്കിയുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ ഉണ്ടോയെന്നുള്ളത്. അതുകൊണ്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പീസായി കട്ടാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റ് എന്നിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3/4 കപ്പ് കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടിയൊന്ന് ആദ്യം മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു കോട്ടിങ് അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നിരുന്ന് ഓരോന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഗ്രേവിയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് സോസ് തന്നെയാണല്ലോ, ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഏകദേശം ഈ ഒരു പാത്രത്തിൻ്റെ അത്ര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൺഫ്ലവർ ഓയിൽ ബാക്കിയുണ്ടായിരുന്നു. ആ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ വഴറ്റണ പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂടെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സവാള നല്ല ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. സവാളയുടെ ജസ്റ്റ് ആ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഗോബി മഞ്ചൂരിയനൊക്കെ നമുക്കറിയാലോ, സവാളയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു സോസിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം കൂടി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും കോളിഫ്ലവർ വേറൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ കറി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അത്യാവശ്യം തിക്കായിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് ഞാൻ അത്യാവശ്യം തിക്കായിട്ട് എടുക്കുന്നത്, ഭയങ്കര ലൂസായിട്ടല്ലാട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി
യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം ആഹിലിന് പൊറോട്ട കണ്ടപ്പോൾ തന്നെ അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ സമ്മതിക്കില്ല, പിന്നെ അതും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വല്ലപ്പോഴല്ലേ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഓക്കെ പറയുന്നതാണ്. അപ്പോൾ അതിന് കറി ഇതും മതി അവന്. പിന്നെ രാവിലത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഗോതമ്പിൻ്റെ അപ്പം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഗോതമ്പിൻ്റെ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പും തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് കയ്യിലും കൊണ്ടൊക്കെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പാകം ഉണ്ടല്ലോ, നമ്മളുടെ ദോശമാവിനേക്കാളും ഇത്തിരിയും കൂടി തിക്കായിട്ട് ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സവാളയും കൂടി ഇടും. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കോളിഫ്ലവറിന് പ്രത്യേകിച്ച് അങ്ങനെ കറി തന്നെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം. അപ്പോൾ അതും അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഇന്നലെ ഹസ്ബൻഡ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ചോറ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ അത് ഇന്ന് അത് തിളപ്പിച്ചൂറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്, ഇന്നലെ വെച്ച പച്ചക്കായ തോരനും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ കറികളൊന്നും വേണ്ട. പിന്നെ ഈ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ അത്യാവശ്യം കൂടുതലുണ്ട്, രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് അധികം പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ആ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ആഹിലൊന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പൊറോട്ട ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ക്ലാസ്സിൽ കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് മിക്സഡ് ആയിട്ട് ഫുഡ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ആഗ്രഹമാണ്. ഈ വർഷം ഉണ്ടോ ഞാൻ പിന്നെയും ഒന്ന് കോംപ്രമൈസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. മുൻപൊക്കെ ഉണ്ടല്ലോ, മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലിമ ജനിച്ച ഇടക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇവൻ അപ്പം എഴുന്നേക്കും. ഉറക്കമില്ലാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ ആലിമ. ആഹിലിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആലിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഉറങ്ങാത്തൊരു കുട്ടിയാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒട്ടും ഉറങ്ങാത്തൊരു കുട്ടിയാണ്. സാധാരണ കുട്ടികൾ രാത്രി ഉറക്കം ഉണ്ടാവില്ല, അതൊരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആലിമിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല കേട്ടോ. ഇവന് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് നമ്മളുടെ തോളത്ത് കിടന്ന് അവൻ ഉറങ്ങുള്ളൂ. നമ്മൾ എടുത്തുകൊണ്ട് കിടക്കണം. എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ കരച്ചിലായി. ഞാൻ ഹസ്ബൻഡ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് 1 മണിക്കൂർ എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ഞാനൊന്ന് കിടക്കും, പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കിടക്കും, അങ്ങനെ ഹസ്ബൻഡ് കിടക്കും. അങ്ങനെ ഉറക്കമില്ലാണ്ട് ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് 5-6 ദിവസമൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ രാത്രി ഉറങ്ങാണ്ടാവുമ്പോൾ നമ്മൾ ഓർക്കും പകലും ഉറങ്ങിയില്ല. 10 മിനിറ്റ് ഉറങ്ങിയിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പോരും. അപ്പം ഞാൻ ആ സമയത്ത് കുക്കിംഗ് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. ആഹിലിന് കൊണ്ടുപോകണമല്ലോ, ക്ലാസ്സിൽ പോകുമ്പോൾ എന്തായാലും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആലിമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 1 വയസ്സ് കഴിഞ്ഞിട്ടും അവന് ഈ ഒരു ചേഞ്ച് കാണാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്തതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. കാരണം അവസ്ഥ അതായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി രാത്രി 2 മണിക്കൊക്കെ 2 വീലറിൽ കൊച്ചിനെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഈ ഒരു 2-3 സ്റ്റോപ്പ് അപ്പുറം വരെയൊക്കെ പോയിട്ടുണ്ട്. ചില കുട്ടികൾ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോകല്ലോ, അങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ആഹിൽ പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വീട് പൂട്ടി പുറത്തേക്ക് രാത്രി പോയേക്കണം. ഇട്ട ഡ്രസ്സല്ല, ചിലപ്പോൾ നൈറ്റി ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്നത്. ആ ഒരു ഡ്രസ്സ് പാടിയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. കുറേ അങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കി, പക്ഷേ ആൾ ഉറങ്ങിയില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഫുഡൊന്ന് മാറ്റി കൊടുത്തു നോക്കാൻ. അപ്പോൾ അവന് കുറുക്കാണ് കേട്ടോ ഞങ്ങൾ അതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. കുറുക്ക് കഴിക്കുമ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും മതിയാക്കും. വയറ് നിറഞ്ഞെന്ന് ഓർത്ത് പിന്നെ ഞാൻ കൊടുക്കുകയില്ല. പക്ഷേ ആക്ച്വലി അവന് രാത്രി വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ കുറുക്ക് കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ ഡോക്ടറാണ് പറഞ്ഞത് ഫുഡൊന്ന് മാറ്റി കൊടുക്കാൻ. അങ്ങനെ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ മാത്രം ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല മാറ്റം വന്നു കേട്ടോ. പിന്നെയാണ് അവൻ ഉറങ്ങാൻ തുടങ്ങിയത്. ഏകദേശം എന്നാലും ഒരു 3-4 വട്ടമൊക്കെ എഴുന്നേക്കും. എന്നാലും ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഇതേപോലെ കുട്ടികൾ രാത്രി ഉറങ്ങാണ്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നമുക്കൊരു അനുഭവം കിട്ടുമ്പോഴാണല്ലോ നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിന്. ഇപ്പോൾ സാറ്റർഡേ ചെയ്യാമെന്ന് ഓർത്തു അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ആമ്പൽ എനിക്ക് എൻ്റെ കുടുംബശ്രീയിലെ അനിത ചേച്ചി എന്നാണ് കേട്ടോ. ഒരു മജന്ത പോലത്തെ കളറാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കാൻ കേട്ടോ അതൊന്ന് വിരിയാനായിട്ട്. വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തയക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.